കേരളം മിനി പാകിസ്ഥാനെന്ന് പറയൂ. കാരണം മലപ്പുറത്ത് നിങ്ങൾക്ക് തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ പറ്റുമോ? അത് സ്ഥാപിച്ചിട്ട് മിനി പാകിസ്ഥാൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ട്വിസ്റ്റാണ്. ഇതിൻ്റെ കാരണം ഈ തുഞ്ചൻ പ്രതിമ തിരൂർ നഗരസഭയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണെന്നൊരു പ്രചാരണം കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അത് എവിടെയാണ് പ്രചാരണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലോ കാണില്ല, വാട്സപ്പിൽ നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. 2001-02 മറ്റോ തിരൂർ നഗരസഭ, അത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കമ്മിറ്റി തീരുമാനിക്കുന്നു തുഞ്ചൻ്റെ പ്രതിമ സ്ഥാപിക്കണം, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എന്ന് സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുന്നു. മലയാള മനോരമ അത് സ്പോൺസർ ചെയ്യുന്നു, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ MT ആയിരുന്നു അതിൻ്റെ പ്രതിമ നിർമ്മാണം, മേൽനോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശില്പിയെ അത് ഏൽപ്പിച്ചു. ശില്പി തുഞ്ചൻ്റെ ഫോട്ടോ ലഭ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നൊരു ശില്പം നിർമ്മിച്ചു. ആ ശില്പത്തിന് മുഖം ഉണ്ടായിരുന്നില്ല, ഒരു രൂപമാണ്, ഒരു മനുഷ്യരൂപമാണ്. അപ്പോൾ പല കോണുകളിൽ നിന്ന് MT ഉൾപ്പെടെ പലരിൽ നിന്ന് എതിർപ്പ് ഉയർന്നു വന്നു. ഒരു മുഖമില്ലാത്ത എഴുത്തച്ഛനെ അല്ല അവിടെ സ്ഥാപിക്കേണ്ടതെന്ന് എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ ആ പ്രതിമ വയ്ക്കേണ്ട, പകരം ഒരു തൂലികയും ഒരു മഷിക്കുപ്പിയും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് 2002 മറ്റോ നടന്ന കാര്യം. ഞാൻ അന്ന് പത്രത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം, ആഫ്റ്റർ സോഷ്യൽ മീഡിയ, ഇതിനെ ട്വിസ്റ്റ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിലെ താലിബാൻ, അങ്ങനെ തന്നെ താലിബാൻ മനോഭാവമുള്ളവരുടെ എതിർപ്പിനെ തുടർന്ന് പ്രതിമാ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. OV വിജയൻ പഠിച്ചൊരു സ്കൂളുണ്ട് കോട്ടയ്ക്കൽ, ഒരു ഗവൺമെൻറ് രാജാസ് ഹൈസ്കൂൾ എന്നാണ് പേര്. അപ്പോൾ ആ സ്കൂളിൻ്റെ PTA അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചു OV വിജയന് സ്മാരകമായിട്ട് ഒരു പാർക്ക് നിർമ്മിക്കുക. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ഈ കൂമൻകാവൊക്കെ വെച്ചിട്ടുള്ളൊരു പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ കോട്ടയ്ക്കൽ നഗരസഭ എന്ന ലീഗാണ് ഭരിക്കുന്നത്. കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് അവർ പെർമിഷൻ എടുത്തില്ല. സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ചുമതല നഗരസഭയ്ക്കായിരിക്കെ പെർമിഷൻ ആവശ്യമാണ്. അവർ പെർമിഷൻ എടുക്കാതെ നിർമ്മിച്ചപ്പോൾ ഈ നഗരസഭ ചെയർപേഴ്സൺ അതിൽ ഉടക്കു വെച്ചു, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ സാംസ്കാരിക ലോകം ഇടപെട്ടു. സാംസ്കാരിക ലോകം എന്ന് പറഞ്ഞാൽ പുകസ ഉൾപ്പെടെ KSTA ഉൾപ്പെടെ ഉള്ളവരൊക്കെ അതിനെതിരെ ഇതേ താലിബാൻ ആരോപണമായി മുന്നോട്ട് വന്നു. ലീഗിൻ്റെ താലിബാൻ മനോഭാവം കൊണ്ടാണ് അത് തടയുന്നതെന്ന് പറഞ്ഞ് രംഗത്തെത്തി. പ്രസ്താവന ഇപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ രംഗത്തെത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ ഈ നഗരസഭ ചെയർപേഴ്സൺ അയഞ്ഞു. അവർ ആ പ്രതിമാ നിർമ്മാണത്തിന് സമ്മതിച്ചു. അപ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ സമ്മതിക്കുന്ന ദിവസം മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി ഈ ചാക്കിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ശില്പം. തുറന്നു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണടയും മൂക്കും തകർക്കപ്പെട്ട നിലയിൽ കണ്ടു. അത് പിന്നീട് വലിയ വിവാദമായി. പിന്നീട് അതിലും വലിയ വിവാദമായി. അത് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ പ്രതിമ സ്ഥാപിച്ചതിനോട് വരെ തുലനം ചെയ്തുകൊണ്ട് വാർത്തകളോട് സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഈ നഗരസഭ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അത് പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി അത് അനാച്ഛാദനം ചെയ്ത് സമ്മതിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതേ OV വിജയന് പാലക്കാട്ടൊരു പ്രതിമ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ടൗണിൽ SBI ജംഗ്ഷൻ, ആ ബാങ്കിന് മുമ്പിൽ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രതിമ കാണാതായി. അപ്പോൾ പ്രതിമ കാണാതെ, ഒരു പൊതുസ്ഥലത്ത് നിൽക്കുന്ന പ്രതിമ കാണാതാവുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുമല്ലോ. പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല ആരും. ആരോ പറഞ്ഞു വിടുന്ന പ്രതിമ ഇവിടെ പോയി എന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല, നഗരസഭയ്ക്ക് അറിയില്ല, ആർക്കും അറിയില്ല അവിടെ പോയി. അവസാനം നഗരസഭാ ഓഫീസിനകത്ത് ഒരു മൂലയ്ക്ക് ഈ പ്രതിമ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിന് നഗരസഭ കൊടുത്ത വിശദീകരണം ഇത് റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൽ മാറ്റിയതായിരിക്കും എന്നാണ് പറയുന്നത്. ഏത് OV വിജയൻ്റെ പ്രതിമ കാണാതായിട്ട് നഗരസഭയുടെ പ്രതികരണം, അത് റോഡ് വൈഡനിങ്ങിൻ്റെ ആരും എടുത്ത് മാറ്റി, എവിടെയാണെന്ന് പോലും അറിയാതെ ദിവസങ്ങളോളം വിവാദം നിന്നു. ഈ നഗരസഭ ഭരിക്കുന്ന BJP ആണ്, അത് ഓർക്കണം. 2016 നടന്ന സംഭവമാണ്. പിന്നീട് ഈ OV വിജയൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഘടന കൊണ്ടുപോയി ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. അവിടെ വണ്ടി പോകുമ്പോൾ ഈ പ്രതിമ കാരണം റോഡ് കാണുന്നില്ല. കോടതി ഉത്തരവിട്ട് അത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. അത് പൊളിച്ചു മാറ്റി. അവസാനം ഈ തസ്രാക്ക് ഉണ്ടല്ലോ, തസ്രാക്കിലെ OV വിജയൻ സ്മാരകം ഉണ്ട്, അങ്ങോട്ടത് കൊണ്ടുപോയി. അത് ഇപ്പോഴും വിവാദമാണ്. ആ പ്രതിമ ഇപ്പോഴും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എവിടെയാണ് ആ പ്രതിമ ഇരിക്കുന്നത്? തസ്രാക്കിലിരിക്കുകയാണത്. പാലക്കാട്ട് അങ്ങനെ ഒരു പ്രതിമയില്ല. OV വിജയന് പാലക്കാട്ട് പ്രതിമയില്ല. പക്ഷേ ഈ പാലക്കാട്ട് നടന്ന സംഭവത്തെ നമ്മളാരും എന്ത് പറയില്ല, അത് ഇസ്ലാമോഫോബിയ അല്ല. എന്നാൽ അതേ OV വിജയൻ്റെ ഇത് കോട്ടയ്ക്കലാണെങ്കിൽ അത് ഈ മതമൗലികവാദികളുടെ പ്രശ്നമാണ്. ഈ ഒരു മനോഭാവം, ഇത് ഞാൻ BJP മാത്രമല്ല കുറ്റം പറയും. ഇതേ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, KSTA-യും പുക്കസയും ഉൾപ്പെടെ മലപ്പുറത്തെ ഈ OV വിജയൻ വിഷയത്തിൽ ചന്ദ്രഹാസം വിളക്കി ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു മനോഭാവം സൃഷ്ടിക്കുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് മലപ്പുറത്ത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന ഒരു പൊതു മനോഭാവം സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞൊരു 15 വർഷത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിന് ശേഷം, ഇൻ്റർനെറ്റ് യുഗം എന്ന് പറയാൻ കാരണം
ഈ തിരൂർ സംഭവം ഉണ്ടാകുന്ന സമയത്ത്, തിരൂർ തുഞ്ചൻ പ്രതിമ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർനെറ്റ് വ്യാപകമല്ല. അന്ന് പത്രങ്ങളും മാസികകളും അച്ചടി മാധ്യമങ്ങളാണ് ആളുകൾ വായിക്കുന്നത്. ഇന്ന് വായിക്കുന്നത് ആളുകൾ വാട്സപ്പ് ഫോർവേഡുകളാണ്. അപ്പോൾ ഇങ്ങനൊരു പൊതു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ആ മനോഭാവമാണ് ജയസൂര്യൻ പറയുന്നത്, ആ മനോഭാവമാണ് നിതേഷ് റാണ പറയുന്നത്, അത് തന്നെയാണ് എ വിജയരാഘവനും പറയുന്നത്.